11-ാം ദിനത്തിലേക്ക് വരികയാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഹോൾഡാണ് ഈ ഒരു തിങ്കളാഴ്ചയും സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. 10 ദിനങ്ങൾ കൊണ്ട് സിനിമയ്ക്ക് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി 123 കോടി 55 ലക്ഷം രൂപ നേടി. ഡിസ്ട്രിബ്യൂഷൻ ഷെയറായിട്ട് 59 കോടി 37 ലക്ഷം രൂപയും നേടാൻ കഴിഞ്ഞു. തിയേറ്റർ റൈറ്റ്സ് 40 കോടിയാണ് സിനിമയുടേത്. എന്തായാലും 148% റിക്കവറി ചെയ്തു. അതായത് ഒരു വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ അടിച്ചിരിക്കുന്നു ഈ ഒരു ചിത്രമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് 240 കോടിയാണ് സിനിമ 10 ദിവസങ്ങൾ കൊണ്ട് കടന്നത്. ഇന്നുകൊണ്ട് 250 കടന്ന് കുതിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. എന്താണേലും ഈ ഒരു സിനിമയ്ക്ക് 3.6 മില്യൺ ടിക്കറ്റ്സും വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് 10 ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക്. അതായത് ഇനിയുള്ള റെക്കോർഡ് നോക്കുകയാണെങ്കിൽ അമരൻ ആ ഒരു ചിത്രം 3.7 മില്യൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഗോട്ട് 4 മില്യൺ ആയിരുന്നു. കൂലി 5.8 മില്യൺ, ലിയോ 6.65 മില്യൺ, ജയിലർ 7.7 മില്യൺ. അപ്പോൾ സിമ്പിളായിട്ട് ഈ കണക്കുകളെല്ലാം തകർക്കുമെന്നുള്ള പ്രതീക്ഷയിലുമാണ്. എന്തായാലും തെലുങ്കിലും കന്നഡയിലും എല്ലാം ഈ സിനിമ അതിഗംഭീര ഹിറ്റായി തന്നെ മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലും സിനിമ വലിയ രീതിയിലുള്ള ഒരു ഹിറ്റ് തന്നെയാണ്. ഇന്ന് നമുക്ക് തെലുങ്ക് സ്റ്റേറ്റിൽ 1 കോടിക്ക് മുകളിലാണ് സിനിമയുടെ മോർണിംഗ് കളക്ഷൻ തന്നെ വന്നിരിക്കുന്നത്. അതായത് അതിൻ്റെയും മുകളിലേക്ക് പോകും എന്നുള്ള ഉറപ്പിക്കപ്പെടുകയാണ് ഈ സിനിമ. 2 കോടി 75 ലക്ഷം രൂപയാണ്. എന്തായാലും 5 കോടി 6 കോടി രൂപയ്ക്ക് മുകളിലായിരിക്കും ഇന്നത്തെയും കളക്ഷൻ. ഈ ഒരാഴ്ച പിന്നിട്ട് അല്ലെങ്കിൽ 2 ആഴ്ച പിന്നിട്ടിട്ടും ഈ സിനിമയ്ക്ക് ഭീകര തിരക്ക് തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും. പോസ്റ്ററുകൾ ഈ 10 ദിനത്തെ ആ ഒരു പോസ്റ്റർ പുറത്ത് വന്നിരിക്കുകയാണ്. സിനിമ 150 കോടിയും കടക്കും. തമിഴ്നാട്ടിൽ 150ഉം വേൾഡ് വൈഡായിട്ട് 300 കോടിയും സിനിമ സിമ്പിളായി കടക്കുമെന്നുള്ളത് ഉറപ്പിക്കപ്പെടുകയാണ്. കേരളത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 20 കോടിക്ക് മുകളിലുള്ള ഫൈനൽ ഒരു കളക്ഷനായിരിക്കും. എന്തായാലും ഇവിടെ ദൃശ്യം 3 ഇറങ്ങിയിട്ടും ഈ ഒരു സിനിമയെ താഴ്ത്താൻ കഴിയുന്നില്ല. മികച്ച രീതിയിലുള്ള കളക്ഷനുമായിട്ട് തന്നെ ഈ സിനിമ മുന്നോട്ട് പോവുകയാണ്. സിനിമയുടെ 9 ദിനത്തെ കർണാടക കളക്ഷൻ ഏകദേശം 19 കോടിയോളമാണ്. തെലുങ്ക് സ്റ്റേറ്റിൽ നിന്ന് 26 കോടിയും കേരളത്തിൽ നിന്ന് 11.80 കോടിയും അങ്ങനെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 3 കോടിക്ക് അടുത്തുമാണ് ലഭിച്ചിരിക്കുന്നത്. ഡൊമസ്റ്റിക്കിൽ നിന്ന് 9 ദിവസത്തെ കളക്ഷൻ ഏകദേശം 166 കോടി. അതായത് ഇന്ന് 11 ദിവസം കൊണ്ട് 200 കോടി ഈ സിനിമ ഡൊമസ്റ്റിക്കിൽ നിന്ന് തന്നെ കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 45 ലക്ഷം രൂപയാണ് 10 ദിവസം കൊണ്ട് കടന്നത്. ഡിസ്ട്രിബ്യൂട്ടർ ഷെയറായിട്ട് 5 കോടി 47 ലക്ഷം രൂപ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. തിയേറ്റർ റൈറ്റ് വിറ്റുപോയത് 3 കോടി 50 ലക്ഷം രൂപയ്ക്കായിരുന്നു. റിക്കവറി 156%. അതായത് അതിഭീകര ഹിറ്റായിട്ടാണ് വരുന്നത്. ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ പ്രോഫിറ്റ് തന്നെ 2 കോടിക്ക് അടുത്ത് തന്നെയാണ്. എക്സലൻറ്റ് സെക്കൻഡ് സൺഡേ ആയിരുന്നു. 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഞായറാഴ്ചയും സിനിമയ്ക്ക് വന്നു. എന്തായാലും അതിഗംഭീരമായ ഹിറ്റ് സിനിമ എത്തുകയാണ്. എന്തായാലും ഇപ്പോൾ ഫൈനലായി ഇപ്പോൾ വന്ന ഒരു പോസ്റ്ററുണ്ട് 289 കോടി സിനിമ എത്തിയെന്നുള്ളത്. വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്ത് തരണം.